അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യന് ആൻസർ നൽകിയിട്ട് ക്യാഷ് എൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. നമുക്കിത് എന്താണ് ഇമേജസ് ആയിട്ട് അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ടും ഒക്കെ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. നമുക്കതല്ലാതെ മാനുവലായിട്ട് ടൈപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും ആൻസർ സെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പം എന്താണ് അതിന് എക്സാമ്പിളായിട്ട് എന്തെങ്കിലും പിക്ചേഴ്സോ അല്ലെങ്കിൽ എന്താണ് ഓഡിയോസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. ചൂസ് ഫയൽ എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. അതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്താൽ മതി. അപ്പം നമ്മൾ എന്താണ് സെൻഡ് ചെയ്യുന്ന ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിൻ്റെ ആൻസർ നമ്മൾ എന്ത് ചെയ്യുക, അതിന് പോയിന്റ് ഉണ്ടായിരിക്കും. വെറുതെ നമ്മൾ ആൻസർ ചെയ്യേണ്ട കാര്യമില്ല. ഏത് ആൻസർ ആണോ നമ്മൾ ചെയ്യുന്നത് അതിന് നമുക്ക് പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ്റെ നേരെ ഇത്ര പോയിന്റ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവും. ആ പോയിന്റ് നമ്മൾ കൊടുക്കുന്ന ആൻസർ ജെനുവിൻ ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതാണ്. അത് മാത്രമല്ല നമ്മൾ സെൻഡ് ചെയ്യുന്ന ആൻസർ ഒരിക്കലും കോപ്പി പേസ്റ്റ് ആകരുത്. ഇപ്പം GPT അങ്ങനത്തെ AI ഒക്കെ വന്നതുകൊണ്ട് നമ്മളത് മാക്സിമം പലരും എന്ത് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്, ചെയ്യാറ്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. നമ്മൾ ഒരിക്കലും കോപ്പി പേസ്റ്റ് ചെയ്താൽ അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. അത് അവർ പറയുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം സൈറ്റ് ഏതാണെന്നും എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ ഇതിൽ ലോഗിൻ ചെയ്യാം എന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും. അതിന് മുന്നേ ഞാൻ തരുന്ന ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും വെബ്സൈറ്റ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ രീതിയിൽ അന്വേഷണങ്ങളൊക്കെ നടത്തുക. കാരണം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ്സ് വരാം, അതല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ചേഞ്ചസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷനകത്ത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗൂഗിൾ, ട്രസ്റ്റ്പാൽ തുടങ്ങിയ സൈറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഒരു ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എന്ത് ചെയ്യുക, സൈനപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഹെൽപ്പ് ഓവൽസ് എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ സൈറ്റിൻ്റെ പേര് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പേര് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു സൈറ്റിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ആ ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സൈറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈസ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സൈറ്റിൽ നോക്കുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ആസ്ക് ക്വസ്റ്റ്യൻസ് എന്നാണ്. എന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കാവുന്നത്. രണ്ടാമത്തത് ആൻസർ ക്വസ്റ്റ്യൻസ്, നമുക്ക് ആൻസർ എന്ത് ചെയ്യുക, കിട്ടുക, ആൻസർ കിട്ടുക എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുക. ഹെൽപ്പ് അതേഴ്സ് ആൻഡ് ഏൺ പോയിന്റ് നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ അവർക്ക് ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് പോയിന്റ് ഏൺ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഗെറ്റ് പ്രൈസ്, ട്രേഡ് ഇൻ യുവർ പോയിന്റ്സ് ഫോർ ഗെറ്റ് പ്രൈസ് ആൻഡ് പ്രസൻസ് ഓൺ യുവർ ലാഡർ ബോർഡ് എന്ന് വെച്ചാൽ നമുക്ക് സൈറ്റിലും ആപ്ലിക്കേഷനകത്തും ഒക്കെ ലേബർ ബോർഡ്സ് കാണാൻ പറ്റും. അതിനകത്ത് നമുക്ക് ഹൈ പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോയിന്റ് ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നുള്ളത് ഷെയർ കണ്ടൻറ്റ്, അപ്ലോഡ് മാനുവൽ ആൻഡ് റിവ്യൂസ് ആൻഡ് മോർ, നിയർലി ഓൾ കോൺട്രിബ്യൂട്ടേഴ്സ് ആൻഡ് പോയിന്റ്. ഇതുകൂടാതെ നമുക്ക് നമ്മുടെ ഇവരുടെ റിവ്യൂസ് കൊടുക്കുക, ഇവർക്ക് റിവ്യൂസ് കൊടുക്കുക. അതല്ലാതെ അപ്ലോഡ് മാനുവൽ ആൻഡ് റിവ്യൂസ് ആൻഡ് മോർ കണ്ടൻറ്റ്. അപ്പം നമ്മൾ ഇവർക്ക് കണ്ടൻറ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ റിവ്യൂസ് നൽകുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പോയിൻറ്റ്സ് കിട്ടുന്നതാണ്. അപ്പോൾ അതിലും നമുക്ക് ഏണിങ്സ് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ മോഡൽസ് താഴെ കാണാവുന്നതാണ്. ഇവിടെ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇപ്പം ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഹൗ ടു ടേൺ ഓഫ് എയർപ്ലെയിൻ മോഡ് എന്നുള്ളത്. അപ്പോൾ ഒരു സാംസങ്ങിൻ്റെ ഇതിലാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ എന്നുള്ള ജസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. താഴോട്ട് വരുമ്പോഴത്തേക്കിനും ഐ നോ ദ ആൻസർ എന്നുള്ള ഓപ്ഷൻ കിട്ടും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും കണ്ടോ അവിടെ ഒരു കൊടുത്തിട്ടുണ്ട്, നമ്മൾ കോപ്പി പേസ്റ്റ് ChatGPT വഴി ചാറ്റ് ചെയ്തിട്ട് ഉള്ള ആൻസേഴ്സ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തതെന്നുള്ള ഒരു ഓപ്ഷൻ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കിനും ഇവിടെ എന്താണ് ആൻസേഴ്സിൻ്റെ ഫോർമാറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് മെയിൽ ID കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആൻസർ വേണേൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് അപ്ലോഡ് 3 images അസോസിയേറ്റ് യുവർ ആൻസർ. അപ്പം നമ്മുടെ ആൻസറിനെ കറക്റ്റ് ആക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആൻസറിനെ കുറച്ചും കൂടി മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും പിക്ചേഴ്സോ വീഡിയോസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 3 images എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 images എന്ത് ചെയ്യുക, അവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ചൂസ് ചെയ്യാനുള്ള ഫയൽ ഓപ്ഷൻസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഐ ആം എ നോട്ട് റോബോട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ക്യാപ്ചാസ് വരും, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റാക്കി വെരിഫൈ ചെയ്യുക. സബ്മിറ്റ് ആൻസർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാനായിട്ട് അവർ അക്കൗണ്ട് ക്രിയേഷൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കത് വെച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഇവിടെ 3 ഡോട്ട് ലൈൻ ഉണ്ട്, അതിനായിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്രിയേറ്റ് അക്കൗണ്ട് ഓപ്ഷൻ കൊടുക്കാമെങ്കിൽ നമുക്ക് യൂസർ നെയിം, പാസ്വേഡ്, സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഉള്ള ഫേവറേറ്റ് ആയിട്ടുള്ള നമുക്ക് ക്വസ്റ്റ്യൻസ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ആൻസർ കൊടുക്കാം. ഫസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറിനും പോയിന്റ് കിട്ടുന്നത് നമുക്ക് നമ്മുടെ എന്താണ് പേജിൽ കാണാൻ പറ്റുന്നതാണ്. നമ്മൾ എന്താണ് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ 3 ഡോട്ട് ലൈനിൽ ക്ലിക്ക് ചെയ്താൽ ആൻസർ എന്നുള്ള എടുത്ത് കൊടുക്കുമെങ്കിൽ സ്റ്റാർട്ട് ഏണിംഗ് പോയിന്റ്സ് എന്നുള്ളിടത്ത് ജസ്റ്റ് ക്രിയേറ്റ് അക്കൗണ്ട് ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 3 ഡോട്ട് ലൈൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആൻസർ എന്നുള്ള ഒരു ഓപ്ഷൻ വരും, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. ഇവിടെ സ്റ്റാർട്ട് ഏണിംഗ് പോയിന്റ് എന്നുള്ളിടത്ത് കൊടുക്കാമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. താഴത്തേക്കിനും വരുമ്പോഴത്തേക്കിനും ഇവിടെ കണ്ട ഓൾ ക്വസ്റ്റ്യൻസ് ഓൺലി അൺആൻസർഡ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള കമ്പനി അല്ലെങ്കിൽ പ്രോഡക്റ്റ് അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അത് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓൾ ക്വസ്റ്റ്യൻസ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാമെങ്കിൽ നമുക്ക് ഇതുവരെ ഉള്ള സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലാതെ ഉള്ളി അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മാത്രം അൺആൻസർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. എന്നിട്ട് അതിന് ആൻസേഴ്സ് കൊടുത്തിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പം താല്പര്യമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സൈറ്റാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.